السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد. വിശുദ്ധ റമളാൻ ഷരീഫിലെ അവസാനത്തെ രാത്രി ഏറ്റവും വലിയ ബറക്കത്തുള്ള അല്ലാഹു തആല അവൻ്റെ ഔദാര്യം ധാരാളമായി അവിടുത്തെ മുത്തുനബിയുടെ ഉമ്മത്തിന് കനിഞ്ഞരുളുന്ന ഒരു രാത്രിയാണ് വിശുദ്ധ റമളാൻ ഷരീഫിലെ അവസാനത്തെ രാത്രിയെന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ രാത്രിയിൽ അല്ലാഹു തആല അവൻ്റെ അടിമകൾക്ക് ധാരാളമായി പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അല്ലാഹു തആല അവരെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർക്കുകയും നരകത്തിനെ മോചിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് വിശുദ്ധ റമളാൻ ഷരീഫിലെ അവസാനത്തെ രാത്രിയെന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, അന്നഹു യഗ്ഫിറു ലി ഉമ്മത്തിഹി ഫി ആഖിരി ലൈലത്തി മിൻ റമളാൻ. വിശുദ്ധ റമളാൻ ഷരീഫിലെ അവസാനത്തെ രാത്രിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ സത്യവിശ്വാസികൾക്കും അല്ലാഹു തആല പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. ഇത് പറഞ്ഞപ്പോൾ ഖീല ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ, അഹിയ ലൈലത്തുൽ ഖദ്ർ, അത് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയാണോ? ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി ആയതുകൊണ്ടാണോ അല്ലാഹു തആല ആ മുത്തുനബിയുടെ ഉമ്മത്തുകൾക്കൊക്കെ പുറത്തു കൊടുക്കുമെന്ന് അങ്ങ് പറഞ്ഞത്? അപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു, അല്ല, ഒരിക്കലും അങ്ങനെയല്ല, മറിച്ച് വലാകിന്നൽ ആമില ഇന്നമാ യുവഫ അജ്റുഹു ഇദാ ഖളഅ അമലുഹു. ഒരു ജോലിക്കാരൻ അദ്ദേഹത്തിൻ്റെ ജോലി, പറയപ്പെട്ട ജോലി അത് കൃത്യമായി നിർവഹിച്ച് ആ ജോലിയെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂലി അത് പൂർണ്ണമായും കണക്ക് കൂട്ടി നാം നൽകാറില്ലേ? എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ രാത്രികളിലും അവൻ്റെ അടിമകൾക്ക് അവൻ ധാരാളമായി പുറത്തു കൊടുത്തവനാണ്, നരകത്തിനെ മോചിപ്പിച്ചവനാണ്, സ്വർഗത്തിൽ കടക്കുന്നവരുടെ പട്ടികയിൽ അവരെ പേരുകൂടി ചേർത്തതാണ്. പക്ഷേ അതിൻ്റെയൊക്കെ പുറമേ അല്ലാഹു തആല അവർക്ക് കൂലി, അവർക്ക് ആ അല്ലാഹു തആല വഴിപ്പെട്ടുകൊണ്ട് പകലന്തിയോളം അവർ കഷ്ടപ്പെട്ട് വളരെ വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് റബ്ബിൻ്റെ ആജ്ഞ അംഗീകരിച്ച് നോമ്പനുഷ്ഠിച്ചു. അവർ അനാവശ്യമായ വാക്കുകളിൽ നിന്നും, അനാവശ്യമായ കേൾവികളിൽ നിന്ന്, അനാവശ്യമായ മറ്റ് പ്രവർത്തനങ്ങളിൽ നിന്നും, ചിന്തകളിൽ നിന്നെല്ലാം അവർ പൂർണ്ണമായും മാറി നിന്നു. രാത്രികാലങ്ങളിൽ അവർ അതാ ധാരാളം സമയം ഖുർആൻ ഓതി, ഇസ്തിഗ്ഫാർ തേടി, തൗബ ചെയ്ത്, ദാനധർമ്മങ്ങൾ നൽകി, അള്ളാഹുവിനെ മനസ്സൊരുക്കി ദുആ ചെയ്തു. ഇങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് അവൻ്റെ പൊരുത്തം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്ത വിശ്വാസികൾക്ക് അള്ളാഹു തആല അവർക്കുള്ള പ്രതിഫലം പൂർത്തീകരിച്ചു കൊടുക്കുന്ന രാത്രിയാണ് വിശുദ്ധ റമളാൻ ഷരീഫിലെ അവസാനത്തെ രാത്രി എന്നാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാത്രിയെ നമ്മോട് വിശേഷിപ്പിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവ നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാകണം. മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന, നാം ഇന്ന് ഇവരനുഷ്ഠിച്ച നോമ്പും ഖുർആൻ പാരായണവും ഇഅ്തികാഫും ദാനധർമ്മങ്ങളും നാം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുവെ നീ സ്വീകരിക്കണം. അതിൽ വല്ല പാകപ്പിഴവുകളും വീഴ്ചകളും വന്നുപോയെങ്കിൽ അതെല്ലാം നീ വിട്ടു പുറത്ത് മാപ്പ് നൽകി കാമിലായ അമലുകളായി സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകണമെന്നുള്ള മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന നമുക്ക് നടത്താൻ കഴിയണം. അതോടൊപ്പം നമ്മുടെ ഇഹപര വിജയത്തിന് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇതെല്ലാം അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ടുന്ന ഒരു രാത്രിയാണ് മഹത്തായ റമളാൻ ഷരീഫിൽ അവസാനത്തെ രാത്രി. ഇത് നമുക്ക് പരിപൂർണമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നാം വിജയികൾ പെടുകയുള്ളൂ. അർഹമുർ റഹീമായ റബ്ബ് അവൻ്റെ ഔദാര്യം കൊണ്ട് വിശുദ്ധ റമളാൻ ഷരീഫിൽ നാം ചെയ്ത എല്ലാ നന്മകളും സ്വീകരിക്കട്ടെ. തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു നമുക്ക് വിട്ടുവീഴ്ച ചെയ്യട്ടെ. അവൻ്റെ ഔദാര്യം കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.